ഉച്ചക്ക് ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറ് ഫറളാണ്. ചോറെന്താണ്? ഫറളാണ്. ഒരു മീൻകറി ഒരു മുഅക്കദായ സുന്നത്താണ്. ഒരു ഇറച്ചിന്റെ കറി ഒരു മുഅക്കദായ സുന്നത്താണ്. 2 സുന്നത്ത്. പിന്നെ എന്തെങ്കിലും ഒരു വറുത്തത് ഒരു തസ്ബീഹാണ്. പിന്നെ എന്തെങ്കിലും ഒരു പൊരിച്ചത് അതൊരു തഹ്മീദാണ്. പിന്നെ എന്തെങ്കിലും ഒരു അച്ചാർ അതെന്താണ്? ഒരു തക്ബീറാണ്. ഒരു പപ്പടം കൂടി ഉണ്ടായ അഫ്ളൽ ദിക്ർ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് മാത്രം? ചോറ് മാത്രം. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, എടോ ബാക്കിയല്ല ഇവിടെ ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാനല്ല, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും? പിന്നെ തൃപ്തിയല്ല, കുരുമാര് നടക്കൂലേ? എന്നാ പിന്നെ ശ്രദ്ധിച്ചോ, നമ്മുടെ ളുഹ്റ് 4 റക്അത്ത് അത് മെയിൻ ഭക്ഷണമാണ്. 2 റക്അത്ത് മുമ്പ് ഒരു മീൻകറി, 2 റക്അത്ത് ശേഷം ഒരു ഇറച്ചിക്കറി, 2 മുഅക്കദായ സുന്നത്ത. അത് 4 ആയ വിശേഷായി. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് പോയപ്പോ നാടൻ കോഴിയാന്ന് പറഞ്ഞു. അപ്പൊ അന്ന പോലെ ഒരു നാടൻ ഉഷാറായ. അപ്പൊ അപ്പുറം സുന്നത്ത് ഇപ്പുറം സുന്നത്ത് മുഅക്കദായ റക്അത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു വറുത്തത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു പൊരിച്ചത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു അച്ചാറും കൂടി ഉണ്ടായ ഒരു ഉപ്പിലിട്ടത്, അഫ്ളൽ ദിക്ർ പപ്പടം പൊരിച്ചതായി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആ ഭക്ഷണം കാണാൻ തന്നെ എന്താ രസം അല്ലേ? അത് കഴിക്കാൻ എന്താണ് രുചി? നമ്മുടെ ഫറളിന്റെ രുചി വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ ഫറളിന്റെ കുറവ് പരിഹരിക്കുന്നത് അതാണ് സുന്നത്തുകളും ദിക്റുകളും. അതുകൊണ്ട് എല്ലാവരും ആ സുന്നത്ത് ദിക്റോട് കൂടെ ഫറള് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.